ഞാൻ സേറ്റുഭായിയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇവരെ കൊണ്ട് അകത്തിരുത്ത്, ഞാൻ ഇവിടെ ഉണ്ടാവും. പെട്ടെന്നാവട്ടെ, ആരും പേടിക്കണ്ട, ചെന്നക്കാണ്ട് പോരും. ലച്ചു കേറട്ടാ. ഇനി ടെൻഷൻ അടിച്ചോലെ ആക്ട് ചെയ്യണെന്നാ അവന്മാരെല്ലാരും അവത്താണ്. ഇത് ആക്ടിംഗ് ഒന്നല്ലടാ, ഒറിജിനൽ ടെൻഷനാണ്. അണ ചുമ്മാ ബി പി വിട്ടാണ്ട് വെറുതെ ഇതിനകത്ത് ഏതെങ്കിലും വിരല് തൊട്ടെ. ഇതിനകത്ത് ഏതെങ്കിലും വിരല് തൊട് തൊട്ടോ. ആ ഒന്നുകൂടെ പേടിക്കണ്ട, അവന്മാര് 10 പൈസ എല്ലാം കൂടി ഇങ്ങോട്ട് വരും. അത് നിനക്ക് എങ്ങനെ അറിയാം? അണ്ണന്റെ ബെസ്റ്റ് ടൈമിലാണോ, അതുകൊണ്ടല്ല അണ്ണൻ ഈ വിരലെ തന്നെ തൊട്ടത്. മറ്റേ വിരലാണ് ഞാൻ നേരത്തെ മൂക്കിലിട്ടത്. ഫൈസലകത്തേക്കല്ലേ പിള്ളേരോടെ കാത്തിക്കണം. മിനിസ്റ്ററിന് ജോണിനെ കാണണമെന്ന് പറഞ്ഞു. ജോണിനെ ഞാൻ കാണിച്ചു കൊടുത്തോളാം. ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ഡീൽ ചെയ്തോളാം. നമസ്കാരം സാർ, ഞാനാണ് ജോൺ. പ്ലീസ് വരൂ. സാർ ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത് മന്ത്രി ഏതുകൊണ്ട് ചെക്കും പേടിക്കണ്ട. 2 ഊത്ത് സാർ ഇങ്ങോട്ട് നമുക്ക് അടിച്ചോണ്ട് സംസാരിക്കുന്നത്. ലെറ്റ്സ് എൻജോയ്. ജോയെ തുടങ്ങിക്കോടാ. അയ്യോ ഇതിന്റെയൊക്കെ നന്ദി ഉണ്ടാവണേ. ഈ കൃഷ്ണപുരം കൊട്ടാരം അടിക്ക് ഇത്രയും സാധ്യതയുള്ള സ്ഥലമാണോ? ഭാഗ്യത്തിനാരും കണ്ടില്ല. എടാ ആൻ്റപ്പാ, ഞാനടാ തണ്ടി. ഇതിന്റെ ഗേറ്റ് കടച്ചല്ലോ, അവരൊക്കെ എവിടെയാടാ? അവരൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടണ, അല്ലാണ്ട് എന്റെ മീറ്റിംഗ് ഇത്ര വിട്ടെന്ന് കഴിഞ്ഞാ. ഡയലോഗ് വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല അണ്ണന്റെ ബെസ്റ്റ് ടൈം ആണെന്ന്. നീ ആ മൂക്കിലിടാത്ത മറ്റേ വരലല്ലേ, അതൊന്ന് കാണിച്ചേ. അയ്യോ അത് അണ്ണ, ഞാനതേ അണ്ണൻ പോയ ഗ്യാപ്പിൽ ചെറുതായിട്ട് അതൊന്ന് മൂക്കിലിട്ടായിരുന്നു. അത് കുഴപ്പമില്ലടാ, നിന്റെ രാശുള്ള വരല് ഇതല്ലേ. ഒരാശം ഇട്ടായിരുന്നു. ക്ലോസ് ചെയ്തു. ആന്റണി, ഈ കേസ് ഒന്ന് നോക്കിക്കേ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ? സ്കൂട്ടറിന് എവിടെയാടാ സീറ്റ് ബെൽറ്റ്? പിന്നെന്താ ചേട്ടാ, നമ്മൾ കള്ളുടിച്ചിട്ടില്ലേ? അണ്ണൊരു കാര്യം ചെയ്യ്, അണ്ണൻ മുമ്പിൽ ആക്ട് ചെയ്താൽ മതി, ഞാൻ പുറകിൽ ഡബ് ചെയ്തോളാം. എന്ത്? അണ്ണൻ മുമ്പിൽ ഊതന പോലെ കാണിച്ചാൽ മതി, ഞാൻ പുറകിൽ സൗണ്ട് ഉണ്ടാക്കാം. സഹോദര, വിരോധമില്ലെങ്കിൽ ഒന്നിങ്ങോട്ട് ഊതിയാട്ടെ. ഊതുന്നേ. അടിപൊളി. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിങ് തെറ്റിപ്പോയി. എന്നതാണത്, പുള്ളിമാനുണ്ടായതാണോ? വിരോധമില്ലെങ്കിൽ ഒന്നോടെ ഒതുക്കേ, മാമൻ കേക്കട്ടെ. സോറി സാറേ, ഇവന്റെ മരിച്ചുപോയ അമ്മമ്മ സീരിയസ് ആയിട്ട് കിടക്കാണ്. എന്താ? അല്ല, സീരിയസ് ആയിട്ട് കിടന്ന അമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ അതിന്റെ ടെൻഷനിൽ 2 അടിച്ചിട്ട് ഞങ്ങള് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ബോഡി കൊണ്ടുപോകാനായിട്ട്. സാറേ, ദൈവത്ത് ഓർത്തിട്ട് ഞങ്ങൾ ഉപദ്രവിക്കരുത് സാറേ, പ്ലീസ് സാറേ. ഒരു കാര്യം ചെയ്യ്, പൊക്കോ. താങ്ക് യു സാർ. അത് ശരി, വിരല് പൊക്കി തെറി കാണിക്കുന്നോടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നോടല്ല. ഗുഡ് നൈറ്റ് ഏഞ്ചൽ. ഗുഡ് നൈറ്റ്. കിട്ടിയൊന്നും പോരാ. ആർക്ക്? എലിപ്പനി, നിന്റെ അപ്പൂപ്പന്. എടാ ടെലിപ്പതിടാ, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞത് അവളുടെ ഗുഡ് നൈറ്റ്. കണ്ടോടാ ചിത്ര സന്ദേശം. അണ്ണത് കുരിശാണ്ടാ. അണ്ണന് കിട്ടിയൊന്നും പോരെ. അണ്ണാ കഷ്ടകാലക്ക് സമയമേ കോണകവാൽബി പാമ്പ് ഹോത്താ ഹേ. നിർത്തണ പാമ്പാട്ടി, നിന്റെ ആ വിരലെടുത്തിട്ട് മൂട്ടി തിരിക്കട്ടെ, അപ്പുറത്തെ കാര്യം പോയിരിക്കടാ. ഒരു ഫോട്ടോ വന്നപ്പോ കളർ പറയണ്ട. അഞ്ജലി, ഐ ലവ് യു. എന്റെ ആദ്യത്തുമ്മ, നിന്റെ മനോഹരമായ വലത്തെ കണ്ണിൽ. ഇതാരാണ് ഉമ്മ വെക്കണം നോക്കിക്കണത്? ഇവ അതൂരിനെ അവിടെ കണ്ടല്ല. പുതുവാൾ മാഷ. അപ്പോ അഞ്ജലി. അയ്യോ അയ്യോ അതെടാ ഭ്രാന്തായിടാ. കണ്ണും തുറന്ന് നോക്കടാ. മുതുക്കന്റെ മുഖത്താണ് ഇത്ര മുമ്പ് ചെളിച്ചത്. സോറി, ഓരോരുത്തർ
എടാ എന്റെ ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവമുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ദൈവത്തിന് ഫോട്ടോ എടുത്തത്. ഏതാണ് ഈ കണ്ണട വെച്ച ദൈവം? ഉണ്ണിയാണോ? എടാ പൊട്ടകടാപ്പ, ഈ കണ്ണട വെച്ച കാലടാ പൊതുവാൾ മാഷ്. ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ചലി. ഇയാള് കോടീശ്വരനാണോ? അല്ല, സാധാരണ കെട്ടാമോണ പെണ്ണിന്റെ ഒപ്പം കോടീശ്വരനാകുമ്പോൾ എല്ലാവരും തുളിച്ചത്. കോടീശ്വരനാ ഇയാള്? തൊലിയാർ മണിയൻ, തുക്കണാച്ചി, ഓന്തുളുക്കി, ഓടങ്കൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. എടക്കടാപ്പ, അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കിയില്ലടാ. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നോ ഇന്നലെ നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി ഒന്നും പറയണ്ട. പിന്നെ എപ്പോഴാ പരിചയപ്പെട്ടത്? ഒരു മിനിറ്റ്, ഒന്ന് ശ്വാസം വിട്ടോട്ടെ. അണ്ണാ, ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് ബോറടിയാണ്. എന്നാലും ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? എല്ലാം തുടങ്ങുന്നത് കൂനന്തുരുത്തിൽ വെച്ചിട്ടാ. കൂനന്തുരുത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം അല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിന് ഏത് ഫ്ലാഷ് ബാക്കിലാണ് നളഞ്ഞു പൊളിഞ്ഞ ഗ്രാമമുള്ളത്? എല്ലാ അതിമനോഹരം ഒരിക്കൂലേ? പക്ഷെ കൂനന്തുരുത്ത് സത്യത്തിൽ കാണാൻ രസമുള്ള സ്ഥലമാണ്. ഞാൻ പഠിച്ച കൂനന്തുരുത്ത് UP സ്കൂൾ, ആ സ്കൂളിലെ പ്യൂണായിരുന്നു എൻ്റെ അച്ഛൻ. അണ്ണാ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? അണ്ണാ ശരിക്കും ഈ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ചാണോ? അവിടുത്തെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റായിരുന്നു. ഒന്ന് പോകണ്ട അവിടുന്ന്. ഇതെല്ലാരും പറഞ്ഞ ഡയലോഗാണ്. LKG പഠിക്കുമ്പോൾ 1-2 കാര്യത്തൊന്നും 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മറ്റേ കരപ്പ വന്നിട്ടാണ് തോറ്റുപോയെന്നും. അണ്ണാ, നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസം കേട്ടോ. രസമല്ല, സാമ്പാർ. ഇനി പറയാനുള്ള ഞാൻ. അയ്യേ, അണ്ണൻ തോന്നി ഒരു പിള്ളേരെ പോലെ. പിന്നെ അതിന്റെ ഇടയിൽ കയറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന. ഇല്ല, ഉണ്ടാക്കൂല. പറഞ്ഞു. നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ചുമ്മാതല്ലടാ. ഞാനെന്നാ സ്കൂളിലെ ലീഡറുമായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ സ്കൂളിലേക്ക് മാറ്റം കിട്ടി പുതിയ ഹെഡ് മാഷായിട്ട് പൊതുവാൾ മാഷ് വന്നത്. അങ്ങേര് ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കഴുകനടാ ഓർമ്മ വന്നത്. അങ്ങേരുടെ തൊട്ടുപുറകെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. തുമ്പിക്കെ പിടിച്ചിറങ്ങി വരണ അയാളെന്താ ആനയായിട്ടാണ് വന്നത്? തുമ്പിക്കൈ അല്ലടാ, പിന്നെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. അമ്മയുടെ കൈയും പിടിച്ച് പൂത്തുമ്പിയെ പോലെ ഒരു പെൺകുട്ടി. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി. അന്ന് അവളെ കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം, 3 കാര്യം പിടികിട്ടി. 1, അവൾ എന്നെ കൊണ്ടേ പോവുള്ളൂ. 2, നമുക്കെല്ലാ ഇന്ത്യക്കാരെ സഹോദരന്മാരായിട്ട് കാണാൻ പറ്റും. 3, ആ പൊതുവാൾ മാഷ് എന്റെ അന്തകനായിരിക്കുന്നു. ഉഗാണ്ടയിൽ ഈദ്യമേം ഭരിച്ച പോലെയായിരുന്നു സ്കൂളിൽ പൊതുവാൾ മാഷിന്റെ ഭരണം. ഈ ഇഡി ഹമീദ് മിനിസ്റ്റർ പദ്യം പഠിച്ച മാഷ് മറന്നുപോയത്. മലന്നുപോയോ? മറവിക്കുള്ള മരുന്ന്. എന്നോട് വിജയെന്നത് ചൊല്ലി ഞാൻ കാരുണ്യവാരിതേ ശ്രീപതി വന്ന യോദ്ധാക്കളെ കാണുവാൻ അടുത്ത് നിർത്തണം ഈ സ്യന്തനം. സ്മാർട്ടാവല്ലേ? ഓടാ ഓടാ. വിനോദ് AG, ചന്ദ്രിക. മതി മാഷ് തല്ലിയത്. അവൾക്ക് 48 മാർക്കില്ല. തന്നാലുണ്ടല്ലോ. അവളുടെ അമ്മയുടെ 48. ആ പ്യൂണിന്റെ മകന്റെ മാർക്ക് എത്രയാണെന്ന് അറിയോ? 50-ൽ 50. കാണിച്ചു കൊടുക്കാൻ. അയ്യോ മാഷേ, ഇനി അഞ്ജലിക്ക് ഒരിക്കലും എന്നേക്കാൾ മാർക്ക് കുറഞ്ഞതിന്റെ പേര് കിട്ടില്ല കേട്ടോ. അതെന്താ? അതൊക്കെ ഉണ്ട്. ഏകനായിരുന്നു എന്ന് ഞാൻ. സൈലൻസ്.
എന്താ സത്യ ഇത്തവണ 2ാം സ്ഥാനത്തായി പോയല്ലോ. ആദ്യം ശരിയുത്തരം എഴുതി അത് വെട്ടി പിന്നെ തെറ്റുത്തരം എഴുതി വെച്ചിരിക്കുന്നു. കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കണ്ടടാ. ആ പ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്ക് അവക്ക് മുടിഞ്ഞൊരു അക്കടി വിട്ടു. എന്താ കണക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടി ഉത്തരങ്ങൾ ഒത്തു നോക്കിയപ്പോഴാ ആ അക്കടി മനസ്സിലായത്. a+b² അത് കിട്ടിയില്ലേ? ഈ 2 ക്വസ്റ്റ്യൻ കിട്ടിയോ? 25 മീറ്ററിന്റെ എവിടെ? ഈ 9ഉം 10ഉം ഇത് എന്താ? എന്തിനാ അഞ്ജലി കരയുന്നേ? ഇതിന്റെ ഉത്തരവൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ചോദ്യ പേപ്പറിന്റെ ഈ വശം ഞാൻ കണ്ടില്ലായിരുന്നു. എന്താ മോളെ എന്ത് പറ്റി? ആരായിരുന്നത്? ഏത്? അല്ല എന്താ മോളെ ചോദിച്ചാള്? പുതുവാളുടെ ഗുണ്ടയാ? നിന്റെ ശ്രദ്ധ വേറെ ആൾക്കാരിലാണ്. സബ്ജക്റ്റ് ശ്രദ്ധിക്കണോ? ഇതെന്താണ് ഒരു സംശയം ചോദിച്ചാലേ? അത് എന്നിട്ട് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? അത് പറ. പേപ്പർ കിട്ടുമ്പോ അച്ഛനെ കൊല്ലും. ദേ ആളുകൾ നോക്കുന്നു. കരയല്ലേ, വഴി ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ നടന്നില്ലേ? ഇതും നടക്കും. എങ്ങനെ